ഹലോ ഫ്രണ്ട്സ്, വീണ്ടും കരിഷ്മ. ഇത് നമുക്കൊരു ക്ലച്ച് റാഡ് മാറ്റേണ്ട വന്ന വണ്ടിയാണ്. ഇതിൻ്റെ ക്ലച്ച് റാഡ് സാധാരണ കംപ്ലൈൻറ്റ് വരാറില്ല, പക്ഷേ ഇതിൻ്റെ റിവീറ്റ് പൊസിഷനിൽ ചെറിയൊരു ഡാമേജ് വന്ന ഒരു ബെൽഡ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഇതൊരു റീസ്റ്റോറേഷൻ ടൈമിലാണ് നമ്മൾ മാറ്റാറ്. ഇതാണ് പുതിയ ക്ലച്ച് റാഡ്. ക്ലച്ച് റാഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, KRY എന്ന പാർട്ട് നമ്പർ തന്നെ കഴിയുന്നതും വാങ്ങാൻ നോക്കുക. KVE സൂട്ടാവും, പക്ഷേ ക്ലച്ച് കുറച്ച് അഡ്വാൻസ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ ക്ലച്ച് കവർ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുന്നത്. ക്ലച്ച് കവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ നോബ് എടുക്കണം. നോബ് എടുക്കുമ്പോൾ ക്ലച്ച് റാഡ് ഊരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലച്ച് റാഡ് റിട്ടേൺ സ്പ്രിങ്ങിൻ്റെ ലോക്ക് ഒഴിവാക്കണം. ലോക്ക് ഒഴിവാക്കാൻ സിമ്പിളാണ്. അതൊന്ന് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകും. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പിന്നെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മാറ്റുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ഓയിൽ സീൽ നിർബന്ധമായിട്ടും മാറ്റണം. എന്ത് കാരണവശാലും നമ്മൾ റാഡ് മാറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലച്ച് കവർ ഊരിയാൽ തന്നെ ആ ഓയിൽ സീൽ മാറ്റവും ഏറ്റവും ബെറ്റർ. കഴിയുന്നതും എല്ലാ വാഹനങ്ങളിലും ചെറിയ രീതിയിൽ ലീക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ചെക്ക് ചെയ്യേണ്ട അതിൻ്റെ 2 നീഡിൽ ബെയറിങ് വരാറുണ്ട് ക്ലച്ച് കവറിൻ്റെ ഉള്ളിൽ, റാഡിൻ്റെ ഉള്ളിൽ. അതും ചെക്ക് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ക്ലച്ച് റാഡ് ഇടാം. ക്ലച്ച് റാഡ് വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് പിന്നെ അടിക്കുകയും ചെയ്യാം, ഉള്ളിൽ നിന്ന് അടിക്കുകയും ചെയ്യാം. ഉള്ളിൽ നിന്ന് അടിക്കുമ്പോൾ ഒന്നും കൂടെ സിമ്പിളാണ്, അതിൻ്റെ പൊസിഷൻ മാറാതെ കിട്ടും. സ്പ്രിങ്ങിൻ്റെ റൊട്ടേഷൻ ഏത് സൈഡിലാണോ നിൽക്കുന്നത് അതിന് ഓപ്പോസിറ്റായിട്ട് പിന്നെ ഒന്ന് പഞ്ച് ചെയ്ത് അടിയിലേക്ക് ആക്കുക. റിട്ടേൺ സ്പ്രിങ് അതേ പൊസിഷനിൽ തന്നെ ഇട്ട് നമുക്ക് ലോക്കാക്കാവുന്നതാണ്. കറക്റ്റ് വർക്കിംഗ് ആണ്, യാതൊരു കുഴപ്പമില്ല. ലോഡ് കൂട്ടിയിടാതെ നോക്കണം കഴിയുന്നതും. ലോഡ് സ്പ്രിങ്ങിൻ്റെ ലോഡ് കൂടുകയാണെങ്കിൽ ക്ലച്ച് ടെമ്പറുള്ള പോലെ തോന്നും. ക്ലച്ച് കവർ കൃത്യമായ രീതിയിൽ ടൈറ്റ് ചെയ്യുക. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.